കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മളൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വെച്ചാൽ അപ്പം നമ്മൾ സിറ്റി സിൽക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഫോട്ടോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഷോപ്പിൽ കയറി അവർക്ക് കുഞ്ഞിപ്പെണ്ണിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അടുത്തൊരു ഷോപ്പിലെത്തിയിട്ടോ. നമ്മൾ സ്റ്റേഷനറി, അതായത് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങാൻ പറ്റും. ഒരുപാടാണെങ്കിൽ അവർ കംഫർട്ടല്ല, ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ ചെറിയ ചെറിയ ഡ്രസ്സിന് മാച്ചാവുന്നതൊക്കെ ഒന്ന് നോക്കി. എല്ലാം ഒന്നും കിട്ടിയില്ല എങ്കിൽ തന്നെയും അത്യാവശ്യം നമുക്ക് ഉൾക്കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാ നമ്മൾ അടുത്തൊരു സ്റ്റുഡിയോയിലെത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ബജറ്റിന് പറ്റുന്നതല്ല, കാരണം നമ്മൾ കുറച്ച് പോസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് ബജറ്റിലില്ല, അവർക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അടുത്ത് ഇറങ്ങിയിട്ട് അടുത്ത വേറൊരു ഷോപ്പിലെത്തി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് ഫാമിലി മെമ്പേഴ്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭയങ്കര പോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ടൈം എടുത്തു കേട്ടോ. ഒരാൾക്ക് തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്തു. കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ വന്നിട്ട് ഒരുപാട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങും ഫോട്ടോയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തതാ കുറേ നേരമായി. കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. കാരണം അവർക്കൊരു സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ബഹളം വെക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയി പറയാനും പറ്റില്ല, കാരണം ഒരു കസ്റ്റമർ ഉണ്ടല്ലോ. അത് കാരണം നമ്മളിങ്ങനെ കുറേ നേരം 1/4 മണിക്കൂർ അടുത്ത് 1 മണിക്കൂറായിട്ടോ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഡ്രസ്സ് മാറിയിട്ട് അടുത്ത ഡ്രസ്സ് ഇടണം. അങ്ങനെ കുഞ്ഞു മക്കളല്ലേ, അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. അവർക്കറിയില്ലല്ലോ ഇതെന്താ സംഭവം എന്നൊന്നും. നമ്മുടെ ആഗ്രഹങ്ങളല്ലേ ഇതെല്ലാം. പിന്നെ അവർക്ക് നമുക്ക് ലൈഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓരോരോ കാര്യങ്ങളും ആണല്ലോ. അപ്പം കുഞ്ഞു മക്കൾ ക്ഷമിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഇപ്പോൾ 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണേ. കുഞ്ഞിപ്പെണ്ണ് മടുത്ത് തുടങ്ങി, ബഹളം വെക്കാൻ തുടങ്ങി. പിന്നെ ഈ കാണുന്ന സന്തോഷമൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് കരച്ചിലായി, ബഹളമായി, പിന്നെ ഒന്ന് ഉറങ്ങണമെന്നായി. ആകെ ഒരു പുലിവാല് പിടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. നമുക്കൊരു ത്തിലും കൊള്ളിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിലെത്തി കേട്ടോ. കാരണം കുഞ്ഞിപ്പെണ്ണാകെ ബഹളം വെച്ച് അടുത്ത 3ാമത്തെ സ്റ്റുഡിയോയിലെത്തി. അവിടെ എത്തി കരഞ്ഞ് ബഹളം വെച്ച് ഇത്രയെങ്കിലും ഒന്ന്, ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത്രയെങ്കിലും ഒന്ന് നിർത്തി. പക്ഷേ ഇതും കോളമായി കേട്ടോ. കരഞ്ഞ് ബഹളം വെച്ച്. അപ്പോൾ അവർ പറഞ്ഞു അടുത്ത ദിവസം വാന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് വിട്ടു കേട്ടോ. അങ്ങനെ അച്ചൂട്ടൻ പിന്നെ ഭയങ്കര കൂളായിരുന്നേ. അച്ചൂട്ടൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉറക്കം നോക്കിക്കേ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കം. പക്ഷേ എനിക്ക് ആകെ മൈൻഡ് ഔട്ടായിപ്പോയി കേട്ടോ. ഭയങ്കര സങ്കടമായേ. പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഷേക്കും ജ്യൂസും പിന്നെ വേറെന്താ സാൻഡ്വിച്ചും അതൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഷോപ്പിൽ കയറിയത് അതൊക്കെ കുടിച്ചു. പക്ഷെ നമ്മുടെ മനസ്സാകെ ഔട്ടായിപ്പോയി കേട്ടോ. കാരണം കുഞ്ഞിപ്പെണ്ണിൻ്റെ ഷൂട്ടിങ്ങൊന്നും നടന്നില്ലല്ലോ, ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അതൊരു കാര്യം പെൻഡിങ് ആയല്ലോ എന്ന് വിചാരിച്ചൊരു സങ്കടം. പിന്നെ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമ്മളിങ്ങനെ ഇരിക്കുക കേട്ടോ. മനസ്സിനൊരു സന്തോഷമില്ല, കാരണം നടന്നില്ലല്ലോ. പിന്നെ കുഞ്ഞു മക്കളാണ്, അവരുടെ ഇഷ്ടത്തിന് നമ്മൾ നിൽക്കണം, കാരണം അവർക്കൊരു സമയമുണ്ടല്ലോ. പിന്നെ ഷെയ്ക്ക് മുന്നേ വന്നപ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ഒന്ന് ഒരിതായിട്ടോ. അപ്പോൾ എന്താണെന്ന് മുമ്പേ ഞാൻ കാണിച്ച പോലെ ഇതായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണിൻ്റെ പല പോസിങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുഞ്ഞിപ്പെണ്ണ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.